ഷൊർണൂരിൽ ട്രെയിൻ യാത്രക്കാരിയുടെ മോഷണം പോയ സ്വർണം മറിച്ചു വിൽപ്പന നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. മലപ്പുറം വയലത്തൂർ ചെറിയമുണ്ടം മച്ചിഞ്ചേരിയിൽ വീട്ടിൽ മുഹമ്മദ് ഷഫീഖാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം മംഗള എക്സ്പ്രസിലാണ് സംഭവം. കേസിൽ 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. ജൂലൈ 13 രാവിലെ കാസർഗോഡിൽ നിന്നും കൊല്ലത്തേക്ക് മംഗള എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന കൊല്ലം പറവൂർ സ്വദേശിനി ഷീബയുടെ 2.25 ലക്ഷം രൂപ വില വരുന്ന സ്വർണവും 20,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണുമാണ് മോഷണം പോയത്. AC കോച്ചിൽ യാത്ര ചെയ്യുമ്പോൾ ബാഗിൽ സൂക്ഷിച്ച മൊബൈൽ ഫോണും 1.25 പവന്റെ ഒരു സ്വർണ്ണവളയും 1/2 പവൻ തൂക്കം വരുന്ന 3 സ്വർണ്ണമോതിരവും 2 പേർ ചേർന്ന് മോഷ്ടിക്കുകയായിരുന്നു. ട്രെയിൻ രാവിലെ 5:15 ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ബാഗ് നഷ്ടമായത് യുവതി അറിയുന്നത്. കോഴിക്കോടിനും ഷൊർണൂരിനും ഇടയിലാണ് ബാഗ് നഷ്ടപ്പെട്ടത് എന്നാണ് യുവതി പോലീസിന് നൽകിയ വിവരം. യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് റെയിൽവേ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും 3 മാസം പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താനായില്ല. പിന്നീട് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി തിരൂരിലുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കിയത്. പിന്നീട് ഇയാളെ പിടികൂടിയപ്പോഴാണ് മൊബൈൽ ഫോൺ മറ്റൊരാളിൽ നിന്നും വാങ്ങിയതാണെന്ന് പ്രതി മൊഴി നൽകിയത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ 2 പേർ ചേർന്ന് മോഷ്ടിച്ച സ്വർണവും മൊബൈൽ ഫോണും മറിച്ചു വിൽക്കാൻ തന്നെ ഏൽപ്പിച്ചതാണെന്നും താൻ സ്വർണം മാത്രം വിൽപ്പന നടത്തിയതാണെന്നും പോലീസിന് മൊഴി നൽകി. തിരൂരിൽ വിൽപ്പന നടത്തിയ സ്ഥാപനത്തിൽ നിന്ന് മോഷണം പോയ സ്വർണവും പ്രതിയിൽ നിന്ന് മൊബൈൽ ഫോണും റെയിൽവേ പോലീസ് കണ്ടെടുത്തു. മോഷ്ടാക്കളായ കോട്ടയം സ്വദേശിക്ക് വിവിധ സ്റ്റേഷനുകളിലായി 12 കേസും മലപ്പുറം സ്വദേശിക്ക് 11 കേസുമുണ്ട്. ഇവരെ പിടികൂടുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചതായി റെയിൽവേ പോലീസ് അറിയിച്ചു. SI അനിൽ മാത്യു, AC ഗോകുൽദാസ്, Y മജീദ്, T നിഷാദ്, RPF സ്ക്വാഡ് അംഗങ്ങളായ ഷിജു, അജീഷ് എന്നിവർ അടങ്ങുന്നതാണ് അന്വേഷണ സംഘം. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.